മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു റോഡിൽ തർക്കം. വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. അഡ്വക്കേറ്റ് വിനോദ് കൃഷ്ണയും മാധവ് സുരേഷും മ്യൂസിയം പോലീസിൽ പരാതി നൽകി. വണ്ടിക്ക് അടിച്ചിട്ടാണോ മനസ്സിലായോ? മതിയാ മതിയാ വണ്ടിക്ക് അടിച്ചിട്ടാണോ മനസ്സിലായോ? മതിയാ മതിയാ. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നടു റോഡിൽ വാഹനം നിർത്തിയിട്ടാണ് അവിടെ തർക്കമുണ്ടായതെന്ന് മനസ്സിലാവുന്നു. എന്തായിരുന്നു തർക്ക കാരണം? നിലവിൽ ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ജിൽസി, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഇങ്ങനെ സിനിമാ നടനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനുമായിട്ടുള്ള മാധവ് സുരേഷും കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയും തമ്മിൽ ഒരു തർക്കമുണ്ടായത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയുടെ വാഹനത്തിന് മുമ്പിലൂടെ വന്ന ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു രോഷപ്രകടനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നടത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയുടെ വാഹനം ചെറിയ സ്പീഡിൽ മുമ്പോട്ട് നീങ്ങുകയാണ്. ആ വാഹനത്തിന് മുമ്പിലൂടെ വന്നു നിന്ന് ആ വാഹനത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ പറയുന്ന മാധവ് സുരേഷ് വലിയ തരത്തിലുള്ള തർക്കമുണ്ടാകുന്നു. എന്തൊക്കെയോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. അതിന് പിന്നാലെ വാഹനത്തിനടുത്ത് വന്നിട്ട് ചാടി വാഹനത്തിൽ അടിച്ചുകൊണ്ട് രോഷപ്രകടനം കൂടി കാണിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പോലീസ് അവിടെ സ്ഥലത്ത് വന്ന് മാധവ് സുരേഷിനെയും അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയെയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രകോപിതനായിട്ട് മാധവ് സുരേഷ് അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണയുടെ വാഹനത്തിന് മുമ്പിൽ ചാടിയടിക്കുകയും വിനോദ് കൃഷ്ണനുമായിട്ട് തർക്കമുണ്ടാവുകയാണ് ചെയ്തത്. ഇതിനിടയിൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള ആരോപണവും അങ്ങനൊരു പരാതിയും വിനോദ് കൃഷ്ണ മ്യൂസിയം പോലീസിൽ പറഞ്ഞു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ പറയുന്ന മാധവ് സുരേഷിന് ബ്രീത്ത് അനലൈസർ കൊണ്ട് ഒരു മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന പോലീസ് നടത്തി. ഇതിനകത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസിനെ ബോധ്യപ്പെട്ടു. ഇത് വിനോദ് കൃഷ്ണയോടും പോലീസ് പറയുകയാണ് ചെയ്തത്. അത് വിനോദ് കൃഷ്ണയ്ക്ക് ബോധ്യപ്പെട്ടതോടുകൂടി ഈ പ്രശ്നങ്ങൾ ഇരു കൂട്ടർക്കും പരാതി ഇല്ലാത്തതിനാൽ പ്രശ്നം പരിഹരിച്ച് പോലീസ് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പരാതി പിൻവലിക്കുകയാണ് എന്ന് വിനോദ് കൃഷ്ണയും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് മാധവ് സുരേഷും അറിയിച്ചതിന് പിന്നാലെ പോലീസ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഇരുവരെയും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പക്ഷേ നടു റോഡിലാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഈ ശാസ്തമംഗലം പോലെ വലിയ രാത്രി സമയങ്ങളൊക്കെയുണ്ട്. പകലേക്കാണെങ്കിൽ പിന്നെയും തിരക്കുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ അവിടെ സ്ഥിരം പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി ഒരു രണ്ട് വാഹനത്തിന് സുഗമമായിട്ട് കടന്നു പോകാം. വാഹനം യൂട്ടേൺ എടുക്കാനും ഏത് വഴിക്ക് പോകാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ തർക്കമുണ്ടായി എന്നുള്ളതൊക്കെ ഇനി കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. എന്തായാലും ഇരു കൂട്ടർക്കും പരാതി ഇല്ലാത്തതിനാൽ പോലീസ് ഈ പ്രശ്നം രമ്യതയിൽ പരിഹരിച്ച് ഇരുവരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.